കറിയൊന്നും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ഒരു കപ്പ് എടുക്കുക. അതിലോട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി, പത്തൽ എന്നിവ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ തന്നെ ഞാനിപ്പോൾ കുഴച്ചെടുക്കുകയാണ്. നിങ്ങളൊക്കെ പൊടിക്ക് ചൂടുവെള്ളം ആവശ്യമാണെങ്കിൽ നല്ല തിളക്കുന്ന വെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി. ഇപ്പോൾ ഈ പൊടിക്ക് ചൂടുവെള്ളം ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്നില്ല, അതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. നല്ല നൈസായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ തൂകിയിട്ടുണ്ട്. ഒന്നും കൂടി കുഴച്ചിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് എടുക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആവശ്യമുണ്ട്. ഒരു കഷ്ണം സവാളയും ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, മല്ലിയില. നിങ്ങളെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് എടുത്താലും മതി. കയ്യിലുള്ളത് മാത്രം എടുത്താൽ മതി. അതിനായിട്ട് പ്രത്യേകിച്ചിട്ട് ക്യാരറ്റൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ക്യാപ്സിക്കത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഒരു 1/4 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. കടലമാവ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാൻ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കടലപ്പൊടിയിൽ വെള്ളം ഏറിപ്പോയാൽ പെട്ടെന്ന് തന്നെ വെള്ളമാകും. അപ്പോൾ ഒരു കട്ടിക്ക് തന്നെ കിട്ടണം കേട്ടോ. എന്നിട്ട് നേരത്തെ കുഴച്ച് വെച്ച ഡോ നിന്ന് ഇതേപോലെ ഞാനിപ്പോൾ പത്തിരി പ്രസ്സിലാണ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ റോളർ കൊണ്ട് ഒന്ന് പരത്തി കൊടുത്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്, അധികം ടൈമൊന്നും എടുക്കാണ്ട്. എന്നിട്ട് നേരത്തെ വെജിറ്റബിൾസും കടലപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിന് മുകളിലോട്ടായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പൊട്ടിപ്പോകാതെ വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു കനത്തിൽ ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അധികം നേരിയതാക്കാതെ ഒരു മീഡിയം സൈസിൽ ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ല ശ്രദ്ധിച്ച് പൊട്ടിപ്പോകാതെ റോളാക്കിയിട്ട് മാറ്റാവുന്നതാണ്. ഇതേപോലെ അങ്ങനെ പെട്ടെന്ന് തയ്യാറായിട്ടുണ്ട്. 2 സൈഡും ഇതേപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കുക. പുറത്ത് ഫില്ലിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ഇതിനെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലത്തെ അരിപ്പ വെച്ചിട്ടാണ് ഞാനിതിൽ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ 15 മിനിറ്റാണ് ഇതിനെ വേവിച്ചെടുക്കേണ്ടത്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചെടുത്താൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് കൊത്തി കൊടുക്കുന്ന ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ കാണാൻ നല്ലൊരു കേക്ക് പോലെയാണ് ഇരിക്കുന്നത്, എന്നാൽ വെറൈറ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോരാത്തതിന് ഇതേപോലുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. പോരാത്തത് നല്ല ഹെൽത്തിയാണ്. വെജിറ്റബിളും കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുന്നതാണ്.